അതെ മുതലാളി, വഴി തടയലോ, വണ്ടി മാറ്റ്. നീ ആർക്കും വായുഗുളിയെ കൊണ്ട് പോവില്ലെങ്കിൽ ഒന്ന് സമാധാനപ്പെട്. നിങ്ങൾ ആള് മതിയാവില്ലല്ലോ സഹോദര. ധാരാളം മതിയാവും ചെട്ടിയാരെ. രാമനുണ്ണി വാ വാ. ഈ പുഴക്കര ഓർക്കുന്നോ രാമനുണ്ണി? നമ്മൾ ആദ്യമായി വഴക്കിട്ടതും തല്ലുകൂടിയതും ഇവിടെ വെച്ചായിരുന്നു. ഭാഗ്യത്തിന് ആരോ ഈ വഴിക്ക് വന്നതുകൊണ്ട് അത് തീർന്ന് 2 വഴിക്ക് പോയി. ഇല്ലെങ്കിൽ രണ്ടിലൊരാളിന്റെ മരണത്തിൽ കലാശിച്ചേനെ ആ കലഹം. ഓർക്കുമ്പോ മുഖത്തൊരു ചിരി വരും അറിയാതെ. പക്വതയില്ലാത്ത കാലത്തിന്റെ സുഖമുള്ള ഓർമ്മകളാണ്. അവളെ ചൊല്ലിയായിരുന്നു, അവൾക്ക് വേണ്ടിയായിരുന്നു നമ്മുടെ വഴക്കുകൾ, ഇന്ദുലേഖയ്ക്ക് വേണ്ടി. അത് കുട്ടികളുടെ ബാല്യത്തിന്റെ കഥ. ഞാനും നീയും ഒരുപാട് വളർന്നു ഇപ്പോ, അല്ലേ? വളർന്നതും കാലം മാറിയതും അറിയണം നമ്മൾ. പീതാംബരന്റെ പിന്നിൽ നീയാവും എന്ന് ഞാൻ ഊഹിച്ചു. തെറ്റിയില്ല. ബാലേന്ദ്രനും ഞാനും പീതാംബരൻ എന്ന ആയുധം കൊണ്ട് തന്നെ അവസാനിക്കും. എന്നിട്ട് അവളെ നിനക്ക് കിട്ടുകയും ചെയ്യും. മോനെ, ആനയെ വാങ്ങാം, പോത്തിനെ വാങ്ങാം, എസ് ക്ലാസ് ബെൻസ് വാങ്ങാം. പണം മാത്രം ഉണ്ടായാൽ മതി. ഒരു പെണ്ണിന്റെ മനസ്സിലെ ഇഷ്ടം വാങ്ങാൻ കിട്ടില്ല. നീ ഇനി അതിന് ശ്രമിക്കരുത്. പീതാംബരൻ രക്ഷപ്പെടാനെന്തോ പറഞ്ഞെന്ന് വെച്ച് തെളിവൊന്നുമില്ലല്ലോ. ഞാൻ അവന് പണം കൊടുത്ത് ചെയ്യിച്ചു വന്നതിന്. തെളിവോ? എന്തിന്? ഞാൻ മുൻസിഫ് കോടതിയിൽ അന്യായം ഫയൽ ചെയ്ത് നിന്നെ വിസ്തരിക്കാനോ ശിക്ഷ വാങ്ങിച്ചു തരാനോ ഒന്നും പോകുന്നില്ല. ബാലേന്ദ്രനും പിന്നെ അവൾക്കും ബോധ്യമായിട്ടുണ്ട്. പീതാംബരനെയും പിന്നെ അവന്റെ പിന്നിൽ നിന്ന് അവൻ ഇടം വലം പറഞ്ഞ് തോട്ടിക്ക് പിടിച്ച് നടത്തിയവനെയും. 1 കൊല്ലം നീ എന്നെ ജയിലിലെ പശപ്പച്ചരിയുടെ ചോറ് തീറ്റിച്ചു. പോട്ടെ, സംഭവിക്കേണ്ടതായിരുന്നു, ജാതകദോഷം. ഇനി എന്ത് പ്രതികാരം നടത്തിയാലും ആയുസിന്റെ പുസ്തകത്തിലെ ആ 1 വർഷം എനിക്ക് നഷ്ടം തന്നെയാണ്. നിന്നോടൊന്നേ പറയാൻ, കള്ളക്കളികൾ ഇനി കളിക്കരുത്. ഒരു യാത്രയുടെ ഇടവേളയിലാണ് ഞാൻ. ഒരു നാൾ വന്നതുപോലെ ഞാൻ അങ്ങ് തിരിച്ചു പോകും. അതിനിടയിൽ മല്ലയുദ്ധത്തിന് എന്നെ വിളിക്കരുത്. തിരിഞ്ഞോടി ശീലമില്ലാത്തവനോട് യുദ്ധം ചെയ്യാൻ ഉത്സാഹം കാട്ടുമ്പോൾ ജയമുറപ്പുണ്ടാവണം. രാമനുണ്ണിക്ക് ജയിക്കാനാവില്ല ശ്രീഹരിയെ ഒരിക്കലും. അത് മറന്നുകൂടാ. ശ്രീഹരി, അപ്പൊ ഇനി നീ ഉണ്ടാവും ഇന്ദുലേഖയുടെ സംരക്ഷകനായിട്ട്. സംരക്ഷണം, അതെ, സംരക്ഷണം. അതാണ് ശ്രീഹരിയുടെ ധർമ്മം.